നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ബാങ്ക് ആപ്പുകൾക്ക് വേണ്ടി നമ്മൾ പാസ്വേഡുകൾ സെറ്റ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, SBI ഒക്കെ നമ്മൾ ആപ്പുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ്വേഡ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് നമ്മൾ പാസ്വേഡ് കൊടുക്കാറുണ്ട്. ഫേസ്ബുക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഒക്കെ നമ്മൾ പാസ്വേഡ് കൊടുക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ പാസ്വേഡുകൾ കൊടുക്കുന്ന സമയത്ത് അത് സെക്യൂർ ചെയ്യാൻ വേണ്ടി നമുക്ക് 3 സെറ്റിങ്സ് നമ്മുടെ ഫോണിനകത്തുണ്ട്. ഈ 3 സെറ്റിങ്സ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയവും പണി വരാൻ സാധ്യതയുണ്ട്. ഞാനത് കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ 3 സെറ്റിങ്സ് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു 3 സെറ്റിങ്സ് പരിശോധിക്കുന്നതിന് വേണ്ടി വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഗൂഗിൾ എന്നൊരു സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് താഴെ കാണുന്ന ഭാഗത്ത് ഓൾ സർവീസസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന ഈ ഓൾ സർവീസസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതുപോലെ കുറേ ഓപ്ഷൻസുകൾ കാണും. കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. ഓട്ടോ ഫിൽ ആൻഡ് പാസ്വേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിന് താഴെ ഓട്ടോ ഫില്ല് വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് പ്രിഫറൻസസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫിംഗർ ലോക്ക് ചോദിക്കും. നിങ്ങളുടെ ഫോണിൻ്റെ ഫിംഗർ ലോക്ക് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് 3 സെറ്റിങ്സ്. ഈ 3 സെറ്റിങ്സ് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു തരാം. ഒന്നാമത്തെ ഓതൻറ്റിക്കേറ്റ് വിത്ത് സ്ക്രീൻ ലോക്ക് ഓർ ബയോമെട്രിക് ബിഫോർ ഫില്ലിംഗ് ഇൻ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ ബാങ്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പേയ്മെൻറ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ്വേഡ് കൊടുക്കാറുണ്ട് ആപ്പുകൾക്ക്. ഈ ചില സമയങ്ങളിൽ നമ്മുടെ പാസ്വേഡ് ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ പാസ്വേഡ് കൊടുത്ത് നമ്മുടെ പേയ്മെൻറ്റ് പൂർത്തിയാക്കും. എന്നാൽ ഇവിടെ ഓതൻറ്റിക്കേറ്റ് വിത്ത് സ്ക്രീൻ ലോക്ക് ബയോമെട്രിക് എന്ന് കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ ഈ ഭാഗം എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പാസ്വേഡ് മാത്രം കിട്ടിയാൽ പോരാ, നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് കൂടി അവർക്ക് കിട്ടേണ്ടി വരും. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള പേയ്മെൻറ്റുകളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ. ഈ സെറ്റിങ്സ് നിങ്ങളുടെ ഫോണത്ത് ഓൺ ആണോ നോക്കുക. ഓൺ അല്ലെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ സേവ് സെക്യൂരിറ്റി കോഡ്സ് എന്ന് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഏതെങ്കിലും കാർഡുകൾ നമ്മുടെ ഗൂഗിളിൽ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗൂഗിളിൻ്റെ വാലറ്റിലോ അല്ലെങ്കിൽ ഗൂഗിൾ പേക്കകത്തോ ഒക്കെ നമ്മൾ കാർഡുകൾ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കാർഡിൻ്റെ ഇപ്പോൾ ATM കാർഡ് എടുത്തതിൻ്റെ CVV കോഡുകളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ കാർഡ് നമ്പർ, കാർഡിൻ്റെ CVV ഒക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കാറുണ്ട്. ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന സമയത്ത് അത് പിന്നീട് എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പിൻ നമ്പർ, മൊബൈൽ ഫോണിൻ്റെ പിൻ നമ്പർ ആവശ്യപ്പെടും. ആ ഒരു ഫിംഗർ പ്രിൻറ്റ് കൊടുത്താൽ മാത്രമേ ആർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാർഡ് നിങ്ങൾ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സേവ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഒരു ഫിംഗർ പ്രിൻറ്റ് ആവശ്യപ്പെടും. ആ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുക. പിന്നെ ആ കാർഡ് നമ്മൾ ഏത് സമയത്ത് ഉപയോഗിക്കുമ്പോഴും നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് 3ാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും, സിങ്ക് പ്രിഫറൻസസ് എന്നുള്ള ഓപ്ഷൻ. ഇത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന മെയിൽ IDകൾ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഫോണിനകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിങ്ക് പ്രിഫറൻസ് എന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ എനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഡിവൈസിൽ നിന്ന് ആ ഡിവൈസ് നമ്മൾ രണ്ടാമത് ലോഗിൻ ചെയ്യാൻ പോകുന്ന ഡിവൈസിലേക്ക് ഇതിലുള്ള എല്ലാ ഡാറ്റകളും സിങ്ക് ചെയ്യപ്പെടും. അതായത് നമ്മുടെ ഈ ഒരു മെയിൽ ID ഇതിനകത്തുണ്ടെങ്കിൽ മറ്റൊരു ഫോണിലേക്കൊക്കെ നമ്മൾ മെയിൽ ID മാറ്റുന്ന സമയത്ത് വളരെ ഈസി ആയിട്ടത് ലോഗിൻ ചെയ്യാനും അതുപോലെ തന്നെ ഡാറ്റകളൊക്കെ സിങ്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ 3 സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ അത് ചെക്ക് ചെയ്ത് നോക്കുക, ഇതെല്ലാം ഓൺ ആണോ എന്ന്. ഓൺ അല്ലെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.